ഹലോ ഗെയ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗാർഡൻ സെറ്റിങ്സ് ആണ് കേട്ടോ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഗാർഡൻ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വാരി വലിച്ച് ഒരുപാട് ചെടികൾ വെക്കാത്ത, ഒരുപാട് പൂക്കളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മുറ്റം നമുക്ക് മനോഹരമാക്കി എടുക്കാം എന്നതിനുള്ളൊരു ചെറിയ ഒരു ഗാർഡൻ ആണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇലച്ചെടികളൊക്കെ നിൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന ഇലച്ചെടികളും അല്ലെങ്കിൽ പുൽമെത്ത എന്നൊക്കെ നമുക്ക് പറയാല്ലേ, പുൽത്തകിടി ചെയ്തിട്ട് അതിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെറൈറ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ചെടികളൊക്കെ നമുക്ക് അങ്ങനെ നിർത്താൻ കഴിയുന്ന ചെടികളാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് റൗണ്ട് ചെയ്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ മുളയൊക്കെ നമുക്ക് വയ്ക്കാൻ കഴിയും കേട്ടോ. ഇതൊരു ഡിസൈൻ ചെടിയാണ്. ഇതുകൂടാതെ തന്നെ നമ്മുടെ ഇലച്ചെടികൾ ടൈപ്പ് ഒരുപാട് ചെടി, ഈ ടൈപ്പ് ചെടികളൊക്കെ ഒരുപാട് വരുന്നത്. ഇതിൻ്റെ പേര് നമുക്ക് അറിയത്തില്ല കേട്ടോ. നമുക്ക് ഇതൊക്കെ നല്ല ഡിസൈനിൽ ചെയ്യാൻ കഴിയും. അതുകൂടാതെ നമുക്ക് ഗേറ്റിന്റെ സൈഡിൽ നമുക്ക് നമ്മൾ വീട്ടിലോട്ട് കയറുകയാണെങ്കിൽ അവിടെ എന്താണ് അക്കോഡിയ, അത് ഇങ്ങനെ പരത്തിയാണ് മിക്ക സ്ഥലങ്ങളിൽ നട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നല്ല കുട പോലെ ഓരോന്നോരോന്ന് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഗേറ്റ് ലൈറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യും. ഇത് കണക്ക് ഗേറ്റിന്റെ ലൈറ്റിന് ചുറ്റാകെയൊക്കെ ഇവിടെയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മതിലിൽ ചെയ്തിരിക്കുന്ന ഡെക്കറേഷനാണ്. ഇത് നോക്കി നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്ഥലമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ, നമുക്കിപ്പോൾ മതിൽ കെട്ടാത്ത ആൾക്കാരാണെങ്കിലും, ഇപ്പം മുള്ളിലാണ് ചെയ്തിരിക്കുകയെങ്കിൽ നമുക്ക് ഇതിനെ അതിൽ പടർത്താൻ കഴിയും. അവരത് ഇവിടെ നല്ല രീതിയിൽ അത് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അവിടെ എന്ന് പറഞ്ഞാൽ അത് മതിലല്ല, ഒരു നെറ്റാണ്. പക്ഷെ ആ നെറ്റിലാണ് അവരതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ. സ്പേസ് ഇല്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഐഡിയ അല്ലേ? അതെ, കൊള്ളാം കേട്ടോ. അതുപോലെ അപ്പം നമ്മൾ ഇതുപോലുള്ള ഡെക്കറേഷൻ സെറ്റിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സെറ്റിംഗ്സ് കൊള്ളാം കേട്ടോ. അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ കണ്ടോ, സിമ്പിൾ ആയിട്ട് പല ടൈപ്പ് ചെടികൾ നമുക്ക് ഇതിൽ നടാം. ഇലച്ചെടികൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്, മണി പ്ലാന്റ്, അങ്ങനെയുള്ള ടൈപ്പ് ചെടികളൊക്കെ നടാൻ പറ്റുന്ന ചെടികളാണ്. ഈ ചെടി എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല പടർന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മൾ കറക്റ്റ് ഒരു മുള്ളുവേലിയിലൊക്കെ ആണെങ്കിൽ കറക്റ്റ് അത് പടർന്ന് അങ്ങ് നിൽക്കും നെറ്റാണെങ്കിൽ. അതിൽ നോക്കി അത് കൂടാതെ എൻ്റെ താഴായിട്ട് അവർ ഒരു വരിയായിട്ട് അക്കോഡിയ നിർത്തിയിട്ടുണ്ട്. ആ കളർ നല്ല രസമുണ്ട് കേട്ടോ. മുകളിലൊരു പച്ച, താഴെ ഒരു മഞ്ഞാണ്. ഇത് നമുക്ക് ഒരു ഇരിപ്പിടത്തിൻ്റെ സൈഡിലായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഇപ്പം ഇത് ഒരു പരുവത്തിന് അതെന്ന് അവർ എന്തോ കമ്പളേൻ്റെ കായ് നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നല്ല മനോഹരമായിട്ട് അത് ഓവറായിട്ടല്ല നട്ട് നിർത്തുന്നത്. അതുകൂടാതെ നമുക്ക് ഇരിപ്പിടത്തിൻ്റെ സൈഡിലായിട്ടൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതൊക്കെ നോക്കി നല്ല മനോഹരമായിട്ടുള്ള ഒരു കറക്റ്റ് ഒരു മധുര തന്നെയാണ്. ഇതുപോലെ നോക്കി തടിയുടെ ഡിസൈനിൽ നമുക്കൊരു ഇരിപ്പിടവും കാര്യങ്ങളും നമുക്കിത് ആ വീട്ടിന് ഇത് വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒരു അമ്പലക്കുളം ആണെങ്കിലും ഒരു അമ്പലക്കുളത്തിലൊക്കെ ഇതേപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അല്ലേ? അതെ, വളരെ മനോഹരമായിട്ട് ലൈറ്റും ഇത് ഒരു കുളമാണ് കേട്ടോ. അപ്പോൾ കുളത്തിൻ്റെ ചുറ്റായി ചെയ്തിരിക്കുന്നത് എന്ത് മനോഹരമെന്ന് നോക്കി. അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലുള്ളൊരു ഗാർഡനും കൂടെ ഉണ്ടെങ്കിൽ എന്ത് മനോഹരമായിരിക്കും. പക്ഷേ അതുപോലെ ഇതേപോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. നോക്കി ഇതൊക്കെ വേറെ ലെവലല്ലേ, ഒരു വെറൈറ്റി ഡിസൈൻ സെറ്റിംഗ് ആണ്. ചെടികളുണ്ടോ എന്ന് വെച്ചാലുണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ലല്ലോ, ആ ഒരു ലെവലാണല്ലേ. പൂക്കുന്ന ടൈപ്പ് ചെടികളാണെങ്കിൽ എപ്പോഴും പൂവില്ലെങ്കിൽ അതൊരു ഭംഗിയാണല്ലോ. പക്ഷെ ഇതുപോലത്തെ ഇലച്ചെടികളൊക്കെ ആണെങ്കിൽ അത് എപ്പോഴും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതെ, അത്യാവശ്യം പൂക്കളും ഉണ്ട് കേട്ടോ. അതെ, അത്യാവശ്യം ഇത് അക്കോടിയൊക്കെ പൂക്കുന്നതാണ്. പൂക്കുന്നതാണ്, ഇലയ്ക്കും ഒരു ഭംഗിയുണ്ട്. ആ പൂവിനും മഴ സമയം ആയതുകൊണ്ടാണ് ഇപ്പോഴും പൂത്ത് നിൽക്കാത്തതെന്ന് തോന്നുന്നു. തൊഴിഞ്ഞു പോകുന്നതാണ്. അക്കോടിയ ഒരു ലൈനിലായിട്ട് നിർത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇതും ഒരു ചെടിയാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ ഇതുപോലെ പാർക്കിംഗ് സോൺ ഇപ്പം നമ്മൾ ഇപ്പോൾ വീടുകളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പാർക്കിൻ്റെ ഡിസൈൻ നമ്മുടെ ഈ മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് കുട്ടികൾ കളിക്കാനുള്ള റൈഡുകളൊക്കെ ചെറിയ ചെറിയ റൈഡുകളൊക്കെ നമുക്ക് വീട്ടിൻ്റെ സൈഡുകളിൽ ഇവിടെയൊക്കെ ഇപ്പോൾ 2-3 വീട് നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ 2-3 വീടുകളിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തതായിട്ട് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അവർക്കായിട്ട് കളിക്കാം. ഇപ്പോൾ ഊഞ്ഞാലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ ഞെരങ്ങുന്ന ആ റൈഡാണെങ്കിലും അതൊക്കെ നമുക്ക് വയ്ക്കുമ്പോഴത്തേക്ക് പാർക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ അല്ലെങ്കിൽ ഈ ഗാർഡൻ്റെയൊക്കെ ഇടയ്ക്ക് അതും കൂടി സെറ്റ് ചെയ്യാൻ കേട്ടോ. അതെ, ഈ നമ്മൾ ഈ പൂക്കളെ ഇടയ്ക്കൊക്കെ അത് ചെയ്യുമ്പോൾ പുൽത്തകിടിയും അതിൻ്റെ ഇടയ്ക്കൊക്കെ വയ്ക്കുമ്പോൾ വളരെ മനോഹരം. അതെ, സുന്ദരമായ ലൈനായിട്ട്. അതെ, ഇതിപ്പോൾ പൊടിയടിച്ചിരിക്കുകയാണ്. എന്നാലും നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ സ്ഥിരം വൃത്തിയാക്കുമല്ലോ. എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രൈവറ്റ് അല്ല, നഗരസഭയുടെ കീഴിലുള്ളതാണ് കേട്ടോ. നെടുമങ്ങാട് നഗരസഭയുടെ കീഴിലുള്ള സ്ഥലമാണ്. അത്രയും
എന്നാലും അവർ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ വെള്ളം നനയ്ക്കുന്നുണ്ട്, കറക്റ്റ് വെള്ളം നനയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെ ആ രീതിക്ക് അവർ നിർത്തിയിട്ടുണ്ട്. ഇത്രയും നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഒരു വീഡിയോയ്ക്കുള്ളൊരു ഗാർഡൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പോലും പ്രതീക്ഷിച്ചു. നമ്മൾ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് കുറേ അതിന് ചുറ്റും പല ഭാഗത്തായിട്ട് കാണുന്നതാണ് കേട്ടോ. പല ഭാഗത്തായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെടികളൊക്കെ നിൽക്കുന്നത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയ്ക്കുള്ളത് ഉണ്ടോ എന്ന് അറിയത്തില്ല, എന്നാലും എടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നോക്കി ഇവിടെ തന്നെ ആ കെട്ടിൽ പച്ച പുൽത്തകിടിയും ഇടയ്ക്കിടയ്ക്ക് ഡിസൈനായിട്ട് അക്കോടിയും അതുകൂടാതെ തന്നെ ഓരോ ഡിസൈൻ ചെടികൾ, ഇലച്ചെടികളൊക്കെ. ഇത് ഗ്രീൻ അക്കോടിയാണ്, മറ്റേ അതല്ലാതെ തന്നെ ഗോൾഡൻ അക്കോടിയെ. ഇത് കണ്ടോ എന്ത് മനോഹരം നോക്കി. അതുപോലെ ഈ പുൽത്തകിടിയുടെ ഇടയ്ക്കും കൂടെ പച്ചത്തകിടി അതിൻ്റെ ഇടയ്ക്കൂടെ വരുമ്പോഴത്തേക്ക് അതിന് വേറൊരു ഭംഗിയാണ്. അതായത് ഗാർഡനിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു തടിയുടെ ഒരു ഡിസൈനാണ് കേട്ടോ. ഇതിപ്പോഴും നമ്മുടെ ഈ ഉറ ചെയ്യുന്ന, നമ്മുടെ കിണറിൻ്റെ ഉറയൊക്കെ ചെയ്യുന്ന ചേട്ടന്മാരല്ലേ, അവരിത് ചെയ്തു തരും ഒരുപാടെടുത്ത്. അതുകൂടാതെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരിപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഗാർഡനിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. അതുകൂടാതെ നമുക്ക് ഇതേപോലെ ആമ്പലോ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ താമരയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പ്രൈവറ്റ് ഒരു നമ്മുടെ പുരയിടത്തിൽ നമുക്ക് ചെറിയൊരു കുളമൊക്കെ ചെയ്തെടുക്കാം. ഇതേപോലെയൊക്കെ ഡിസൈൻ ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. പുരയിടമൊക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അല്ലേ. അതെ, സുന്ദരി. ഇത് നമ്മുടെ കയറുമ്പോഴത്തേക്ക് നിൽക്കുന്നതാണ് അടിപൊളി. അത് വളരെ മനോഹരമായിട്ട് അവിടെ അവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ തടിയുടെ ഡിസൈനിങ്, ഇത് ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഏരിയയിൽ അവരത് നിറച്ച് അക്കോടിയാക്കി വെച്ചിരിക്കുക. അത് ഞാൻ പോയി അത് ഇങ്ങനെ എടുത്തത് പിന്നീടാണ് അത് ശ്രദ്ധിച്ചത് കേട്ടോ. പിന്നെ അതുകൂടാതെ ഇത് നമ്മൾ ആ മ്യൂസിയത്തിൽ കണ്ട ആ ടൈപ്പ് വെച്ചിട്ട് അതിന്റെ പേര് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതിന്റെ പേര് നമുക്കൊന്ന് കമന്റ് ചെയ്ത് തരും. പച്ച വന്നിട്ട് മോൾ ഭാഗത്ത് തളിര് വരുന്നത് ചുമന്ന ഇലയായിട്ടാണ്. അതിന്റെ പേരെന്താന്ന് അറിയില്ല. അത് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ അത് ഉയർന്നു നിൽക്കുക, വലുതായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അതുകൂടാതെ പല ഡിസൈൻ ചെയ്യാൻ. അതുകൂടാതെ മെയിൻ ഗേറ്റിന്റെ അവിടെ അക്കോടിയ ഒരു വരി നിർത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഇലച്ചെടിയും അവിടെ കുറേ പറന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ കമുക്, നമ്മുടെ ഡിസൈൻ കമുകുണ്ടല്ലോ, അത് ഇവിടെ നല്ല വളർന്നു കയറിയിരിക്കുക. നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് നഗരസഭയുടെ കീഴിലുള്ള കുട്ടികളുടെ കൊട്ടാരത്തിലെ ഒരു ചെറിയ ഗാർഡനാണ് കേട്ടോ. കുട്ടികളുടെ കൊട്ടാരമാണിത്. കുട്ടികളുടെ കൊട്ടാരം എന്ന് പറയുന്നത് നമ്മുടെയും കൊട്ടാരമാണ്. നമ്മുടെ കുട്ടികളുടെ കൊട്ടാരം എന്ന് പറയുന്നത് നമ്മുടെയും കൊട്ടാരം അല്ലേ കൂട്ടുകാരെ. ഈ ചെടികളൊക്കെ വണ്ടുകൊണ്ട് വൈകുന്നേരം വന്നിരിക്കുന്നത് തന്നെ അടിപൊളി വൈബാണ് കേട്ടോ. ഒരു വൈബാണ് കേട്ടോ. നമുക്ക് അതായത് നോക്കിയേ ചാര് കസേരയിലൊക്കെ നമുക്ക് ഇതേപോലുള്ള ഡിസൈൻ കസേരകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ നമ്മൾ ചെടിയുടെ ഇടയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അതെ അതെ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെടികൾ ചെയ്തിട്ട് അതിൻ്റെ ഇടയിലാണ് ഇതെല്ലാം വെച്ചത്. കുട്ടികൾ കളിക്കാൻ റൈഡുകളിലൊക്കെ കളിക്കാൻ പോകും. നമ്മളിവിടെ അടിച്ച് പൊളിച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് ഇരിക്കാം. തൊട്ടടുത്ത് ചായയൊക്കെ കിട്ടും, ചായ കടി ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് നമുക്ക് വേണ്ടി തൊട്ടടുത്ത് തന്നെ. രാത്രി എപ്പോഴും നമ്മുടെ ചെടികൾ സുന്ദരിയായിട്ട് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. രാത്രിയാകുമ്പോഴത്തേക്ക് ഇവിടെ കളർ ലൈറ്റുകളൊക്കെ. അതുകൂടാതെ തന്നെ ഇവിടെ ഈ കുളത്തില് വാട്ടർ ഡാൻസ് ഉണ്ട്. ആര്യനാട് റോഡിലാണ്, നെടുമങ്ങാട് നിന്നും ആര്യനാട് റോഡില് നമ്മുടെ വേണാട് ഹോസ്പിറ്റൽ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇടത് സൈഡിലായിട്ടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന കുട്ടികളുടെ കൊട്ടാരം, നെടുമങ്ങാടിന് സ്വന്തം കുട്ടികളുടെ കൊട്ടാരം. കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.